ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ കല്യാണ വീട്ടിലൊക്കെ കൊണ്ടുവരുന്ന നല്ല അടിപൊളി ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാനും അപ്പോൾ തന്നെ ഉപയോഗിക്കാനും കഴിയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഈത്തപ്പഴം ഒന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഞാൻ ഏകദേശം ഒരു 15 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതൊരു 10-15 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. മധുരം വേണ്ട എന്നുള്ളവർക്ക് ഈത്തപ്പഴം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വേണമെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 വലിയ ബീട്രൂട്ട്, അതിൻ്റെ പകുതി ക്യാരറ്റ്, ഏകദേശം 2 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ബീട്രൂട്ടൊക്കെ ചെറിയ പീസസ് ആക്കി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ക്യാരറ്റും നമ്മൾ ചെറിയ പീസാക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അതുപോലെ ഈത്തപ്പഴം നമുക്ക് അരച്ചെടുത്ത് വെക്കണം. ഇത് മൂന്നും തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ തന്നെ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നല്ലെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഏകദേശം 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 8-10 അല്ലി വെളുത്തുള്ളിയുടെ ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിയും ഇഞ്ചിയൊക്കെ കടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്നുകൂടെ വലുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഏകദേശം 5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനായിട്ടുള്ള ചേർത്ത് കൊടുക്കുക. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് 2-3 എണ്ണം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം അളവിലുള്ള എരിവാണ് ഉണ്ടാവുക. എന്നിട്ട് ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി മൂത്ത് വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഈത്തപ്പഴം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് കുക്കായി വന്നതിന് ശേഷം മാത്രം ഈത്തപ്പഴം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക. രണ്ടും കൂടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം ഉണ്ടെങ്കിൽ അച്ചാർ വേഗം കേടുവരും. അപ്പോൾ വാട്ടർ കണ്ടൻറ്റൊക്കെ പോകുന്ന രീതിയിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈത്തപ്പഴം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴം നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ച കാരണം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി വീണ്ടും ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് അച്ചാറിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
നമ്മളിതിലേക്ക് വേറെ മസാലപ്പൊടികളോ അച്ചാർ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടി മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അച്ചാർ നല്ല കട്ടിപ്പരുവത്തിലെത്തിയിട്ടുണ്ട്. ഈ സമയത്ത് 1/2 കപ്പ് അളവിൽ വിനീഗർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കുക. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. വിനീഗർ ഒഴിച്ച് പിന്നെ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ എരിവൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിനീഗർ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നും കൂടെ ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. കണ്ടില്ലേ, ഇത്രയും തിക്നെസ്സിൽ വേണം നമുക്ക് ഈ അച്ചാർ കിട്ടാൻ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനും പറ്റും. അച്ചാർ പാകമാവാൻ വേണ്ടി കുറേ ദിവസം എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ വെള്ളം തട്ടാതെ ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് കാലമൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ ഇതിൽ മധുരം വേണ്ടാത്തവർക്ക് ഈത്തപ്പഴം ഒഴിവാക്കിയിട്ട് ഈ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുപോലെ കല്യാണ വീട്ടിലൊക്കെ കണ്ടുവരുന്ന അടിപൊളി പിക്കിൾ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.